കാറ്റിൽ പാറി പറക്കുന്ന മുടിയിഴകൾ. പ്രവീണിന്റെ കണ്ണുകൾ സൈഡ് മിറർ വഴി അവളിൽ തന്നെ ആയിരുന്നു. ചേട്ടാ, ദേ ഈ വഴിയാ. റോഡ് രണ്ടായി തിരിയുമ്പോൾ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. പ്രവീൺ തല ചരിച്ചു. വേണി ഇപ്പോ എന്ത് ചെയ്യുക? ഞാനോ? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ. നക്ഷത്രയും ഞാനും ഒരേ പ്രായമാണ്. ചേട്ടന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയല്ലേ? ആ, കഴിഞ്ഞു. ഇനി എന്താ പ്ലാൻ? ഒരു ജോബ് ഓഫർ വന്നിട്ടുണ്ട്, നോക്കണം. നിങ്ങൾ ട്വിൻസ് ആണല്ലേ? കെട്ടുന്ന പെണ്ണിന്റെ കഷ്ടകാലം. ചെക്കന്മാര് മാറിപ്പോയാലുള്ള അവസ്ഥ എന്താകും? അവൾ ഉറക്കെ ചിരിച്ചു. അതൊന്ന് ആലോചിച്ച് നോക്കിയ ചേട്ടാ. ചിരി കടിച്ചമർത്തി വീണ്ടും പറഞ്ഞു. ദൈവമേ, ഈ കൊച്ചിത് എന്തൊക്കെയായി പറയുന്നത്? പ്രവീണിന്റെ ചുളിഞ്ഞ മുഖം സൈഡ് മിറർ വഴി കാണുമ്പോൾ അവൾ ചിരി കടിച്ചമർത്തി. അയ്യോ സോറി, ഞാനേ ഒരു ബ്രേക്ക് ഇല്ലാത്ത വണ്ടിയാ. സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ സ്റ്റോപ്പില്ല. വായിൽ തോന്നുന്നത് പറയും. അവൾ പറയുമ്പോൾ പ്രവീൺ ബൈക്ക് സൈഡ് ഒതുക്കി. എന്താ, എന്തു പറ്റി? സംശയത്തിൽ വേണി ചോദിച്ചു. പിന്നാലെ വന്ന 2 ബൈക്ക് കണ്ടില്ല, അവരും വരട്ടെ. പതിയെ പറഞ്ഞ് അവളെ നോക്കി. എനിക്ക് ഈ നോൺ സ്റ്റോപ്പുകളെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് വേണിക്കുട്ടി എത്ര വേണോ സംസാരിച്ചോ, എനിക്ക് പ്രശ്നമില്ല. ആണോ? അമ്മയ്ക്ക് ഇഷ്ടമല്ല, പക്ഷെ മാഷ് പാവാ. അവൾ കലപില സംസാരിക്കുന്നുണ്ട്. പ്രവീണിന്റെ നെഞ്ചം ഒന്ന് വിറച്ചു. കണ്ണുകൾ അവളുടെ വിരിഞ്ഞ നെറ്റിത്തടത്തിൽ നിന്നും നീണ്ട നാസികത്തുമ്പിൽ എത്തി നിന്നു. എടാ പ്രവി, എന്താണ്? പോകാം. നിതിന്റെ ശബ്ദം. ഓ, നിങ്ങൾ എവിടെ പോയതാ? അത് അമ്പലക്കുളം കണ്ടപ്പോൾ എൻ്റെ പെണ്ണിന് ഒരു കൊതി, സെൽഫി എടുക്കണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങ് സെൽഫി എടുത്തു. എന്നാ പോകാം. മാഷേ, പുറത്തു നിന്ന് ഉറക്കെയുള്ള വിളി. ആദർശിനോട് സംസാരിച്ചിരുന്ന മാഷ് ഒന്ന് ഞെട്ടി. ആരാ അത്? മോനിരിക്ക്. മാഷ് വെപ്രാളത്തിൽ പുറത്തേക്ക് നടന്നു. പിന്നാലെ ആദർശും. ഹാ, ദിവാകരനോ? ഇന്ന് തേങ്ങ ഇടണ്ടടോ. നക്ഷത്ര മോളുടെ കല്യാണം കഴിഞ്ഞ് നീ സൗകര്യം പോലെ വന്നാ മതി. അയ്യോ, അതിന് വന്നതല്ല മാഷേ. വേണി മോളെ ആ ജഗന്റെ ഗുണ്ടകൾ ഓടിച്ചു. അയ്യോ എൻ്റെ കുട്ടി, വനജ ഉറക്കെ വിളിച്ചു. ഒന്നും ചെയ്തില്ല മാഷേ. അതിനു മുന്നേ 3 പയ്യന്മാര് വന്നു. കവലയിൽ പൊരിഞ്ഞ അടി നടക്കുവാ. കുഞ്ഞും അവിടെ ഉണ്ട്, അയാൾ വെപ്രാളത്തോടെ പറഞ്ഞു. ഹാ, നീ നടന്നോ, ഞാൻ ദേ വരുന്നു. ചാര് കസേരയിൽ കിടന്ന തോർത്തെടുത്ത് തോളിലേക്കിട്ട് മാഷ് പടിക്കെട്ട് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യ കയ്യിൽ മുറുകെ പിടിച്ചു. വേണ്ട മാഷേ, അവന്മാരെ ഒതുക്കാൻ 3 പേര് മതി. വേണിയെ അവര് കൂട്ടിക്കൊണ്ടുവരും. ആദർശ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ഗേറ്റ് കടന്ന് ബൈക്കുകൾ ഒന്നൊന്നായി അകത്തേക്ക് കയറി. ഹാ, വന്നു. ആദിയുടെ കണ്ണുകൾ പ്രവീണിന്റെ മുഖത്ത് പതിച്ചു. പിന്നിൽ നിന്നും വേണി ഇറങ്ങുമ്പോൾ അവൻ തല കുലുക്കി ചിരിച്ചു. മോളെ വേണി. അയാൾ മകളെ ചേർത്ത് പിടിച്ചു. വേണിക്ക് ഒന്നും പറ്റിയില്ല മാഷേ. മെർലിൻ ചിരിയോടെ പറയുമ്പോൾ വാത്സല്യത്തോടെ എല്ലാവരുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. നന്ദിയുണ്ട് മക്കളെ. അയ്യോ എൻ്റെ മാഷേ, നന്ദിയൊന്നും വേണ്ട. വേണി ഞങ്ങൾ 2 പേർക്കും പെങ്ങളാ. വരുൺ നിതിന്റെ തോളിലൂടെ കൈയിട്ട് പറയുമ്പോൾ പ്രവീൺ പരുങ്ങലോടെ ആദർശിന് അരികിലേക്ക് നടന്നു. എന്തായി, ഫസ്റ്റ് മീറ്റ് പൊളിച്ചില്ലേ? പതിയെ ചോദിച്ചു. സൂപ്പർ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രവീൺ ചിരിയോടെ പറഞ്ഞു. മാഷേ, നല്ല വിശപ്പ്, എന്തേലും കഴിച്ചാലോ? വരുൺ വയറൊഴിഞ്ഞു. ഹാ, വാ മക്കളെ, എല്ലാം റെഡിയാ. ഡൈനിങ് ടേബിളിൽ നിതിനരികിലായി മെർലിനും ആദർശിന് ചേർന്ന് നക്ഷത്രയും, വരുണിനും പ്രവീണിനും അടുത്തായി മാഷും, അടുത്ത ചേറിൽ വേണിയും. എന്താ മോളെ, മുഖത്തൊരു വിഷമം? അവര് അടിക്കുകയോ മറ്റോ ചെയ്തോ? അവളുടെ വീർത്ത കവിളിലേക്ക് നോക്കി മാഷ് ചോദിച്ചു. പിന്നെ എന്നെ അടിച്ചാൽ അവൻ്റെ കൈ ഞാൻ തല്ലി ഒടിക്കും. പിന്നെ എന്താ അടി? നക്ഷത്ര ചോദിച്ചു. അത് എൻ്റെ പാൽപ്പായസം ഒരുത്തൻ തട്ടിക്കളഞ്ഞു. കൊതിച്ചിരുന്നതാ, കയ്യിൽ കിട്ടിയത് വായിലെത്താതെ പോയി. ഹാ, എന്തായാലും അവന് കരണം നോക്കി ഒന്ന് കൊടുത്തു. എന്നാലും എൻ്റെ പാൽപ്പായസം. സങ്കടത്തോടെ ചുണ്ട് ചുളുക്കി പറയുമ്പോൾ ആൺപടകൾ പ്രവീണിന്റെ മുഖത്തേക്ക് നോക്കി. ഒരു പാൽപ്പായസത്തിന് ഈ പാട്? എൻ്റെ പ്രവി, വിടുന്നതാ നല്ലത്. ഈ കൊച്ച് നിന്റെ മുതുക് കളരിപ്പറമ്പാക്കും. നിതിൻ കളിയാക്കലോടെ പറഞ്ഞു. എനിക്ക് ഇവളെ മതി. പ്രവീണിന്റെ കണ്ണിൽ മറ്റൊരു ഭാവം. ശരി മാഷേ, ഞാൻ ഇറങ്ങുവാണ്. ആദർശ് തിരിഞ്ഞ് ഫ്രണ്ട്സിനെ നോക്കി. നീ ധൈര്യമായി പോയിക്കോടാ. പുറത്തേക്ക് നടക്കുമ്പോൾ നക്ഷത്രയെ നോക്കി കണ്ണ് കാട്ടി. അവൾ തല വിലങ്ങനെ കുലുക്കി.
എൻ്റെ പെണ്ണെ, നാണം വേണ്ട, ചെല്ല്. മെർലിൻ പറയുമ്പോൾ അവൾ ആദർശിന് പിന്നാലെ പുറത്തേക്ക് നടന്നു. നാച്ചൂട്ടാ കാറിലേക്ക് ചേർത്ത് നിർത്തി. നക്ഷത്ര ചിരിച്ചു. 2 ദിവസം എങ്ങനെ? ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ്റെ കണ്ണുകൾ നിറയുന്നത് അറിഞ്ഞ നിമിഷം ഹൃദയമൊന്ന് കൊളുത്തി വലിച്ചു. അവൾ പെരുവിരലിൽ ഒന്ന് ഉയർന്നു. ഇരു ഷോൾഡറിലും കൈകൾ വെച്ചു. താടിത്തുമ്പ് വേണ്ടാട്ടോ പെണ്ണെ. അവൻ്റെ ചുണ്ടുകൾ ചലിച്ച് അവസാനിച്ചതും കീഴ്ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് പെട്ടെന്ന് അകന്നു മാറി. ചിരിയോടെ ചുറ്റിപ്പിടിച്ച് നെഞ്ചിൽ മുഖം ഒളിപ്പിച്ചു നിന്നു. നാച്ചൂട്ടാ. ആദ്യത്തെ ഞെട്ടൽ മാറിയതും ആദർശ് വെപ്രാളത്തിൽ വിളിച്ചു. ചുണ്ടിൽ പതിയെ തഴുകി. എടി, ഇത് സത്യമാണോ? സ്വപ്നമല്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ചോദ്യം. നക്ഷത്ര തല ഉയർത്തി ആ മുഖത്തേക്ക് നോക്കി. വിശ്വസിക്കാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാ? അവളിൽ സംശയം. ആദർശ് ചുണ്ട് കടിച്ച് പിടിച്ച് ചിരിച്ചു. അത് ഒന്നുകൂടി തന്നാ മതി. അയ്യടാ, കൊള്ളാലോ. പാവല്ലെന്ന് കരുതി തന്നപ്പോൾ കുറുമ്പോടെ മുന്നിൽ നിൽക്കുന്ന പെണ്ണ്. ആദർശിൻ്റെ മുഖത്ത് കള്ളത്തരം. എന്തോ ഒപ്പിക്കാനുള്ള പുറപ്പാടില്ല എൻ്റെ കള്ളക്കണ്ണൻ. അവളുടെ കണ്ണുകൾ കൂർത്തു. അതെയല്ലോ, നാച്ചൂട്ടൻ കള്ളക്കണ്ണന് തന്നത് അങ്ങ് തിരിച്ചു തരട്ടെ. മീശത്തുമ്പ് പിരിച്ചു വെച്ച് ആദർശ് പറയുമ്പോൾ നക്ഷത്ര തല കുലുക്കി ചിരിച്ചു. വേണ്ടല്ലോ കണ്ണ. അവൻ്റെ നെഞ്ചിൽ കൈവച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി. ഞാൻ പോവാ ആദർശ, കല്യാണത്തിന് കാണാം. അകത്തേക്ക് ഓടാൻ നിന്നവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. ആദ്യേട്ടൻ പോവാ. അവൻ്റെ ശബ്ദം ഗൗരവത്തിലായി. ആ കുഞ്ഞുമുഖം കൈവെള്ളയിലെടുത്തു. ഒരു പക്ഷേ അറിയാതെ ശത്രുക്കളുടെ കയ്യിൽ പെട്ടുപോയാലും ഈ കണ്ണിൽ പേടി ഉണ്ടാവാൻ പാടില്ല. ധൈര്യം വേണം. ആദർശിൻ്റെ പെണ്ണാണ് എന്ന ബോധം വേണം. എൻ്റെ പെണ്ണ് തോറ്റു പോകരുത്, തോറ്റു കൊടുക്കരുത്. ഒപ്പം ദർശനുണ്ടാകും. പതിയെ പറഞ്ഞ് നെറ്റിത്തടത്തിൽ അമർത്തി ചുംബിച്ചു. മനസ്സിലായോ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. മനസ്സിലായി. ജഗന്റെ കയ്യിൽപ്പെട്ട് പേടിച്ചാൽ തോറ്റുപോകും. പകരം ചെറുത്ത് നിൽക്കണം. ആ സമയം കൊണ്ട് എൻ്റെ ദർശേട്ടൻ വരും. അങ്ങനെയല്ലേ? അവളിൽ നിറഞ്ഞ ധൈര്യം. യെസ്, എൻ്റെ നാച്ചൂട്ടൻ പഠിച്ചു വരുവാണ്. മതി മതി, വിടടാ എൻ്റെ പെങ്ങളെ. ബാക്കി കല്യാണം കഴിഞ്ഞ്. ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്ന് നിതിൻ ഗൗരവത്തിൽ പറഞ്ഞു. ഒന്ന് കയറി പോടത്തേണ്ടി. ഉറക്കെ പറഞ്ഞ് ആദർശ് കാറിലേക്ക് കയറി. ജഗേട്ട ചായ. ചായക്കപ്പും നീട്ടി പിടിച്ചു നിൽക്കുന്നവളെ രൂക്ഷമായി നോക്കി. എന്താ ജഗേട്ട? അവൻ കയ്യിലിരുന്ന ഫോൺ ബെഡിലേക്ക് ഇട്ടു. 2 ദിവസം കഴിഞ്ഞ് നിന്റെ അനിയത്തി നക്ഷത്രയുടെ കല്യാണമാണ്. നീ അറിഞ്ഞോ? അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം. അവൾ പേടിയോടെ തല വിലങ്ങനെ ചലിപ്പിച്ചു. എന്നാ അറിഞ്ഞോ? അവളിപ്പോൾ മാഷിൻ്റെ വീട്ടിലുണ്ട്. കൃഷ്ണക്ഷേത്രത്തിൽ വെച്ച് കല്യാണം. അവൻ ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റു. ജഗേട്ട വേണ്ട. കാലിലെ ബാൻഡേജ് മാറ്റിയതേ ഉള്ളൂ. എന്നാലും റെസ്റ്റ് എടുക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. നേത്ര അവന് മുന്നിലായി തടസ്സം പോലെ നിന്നു. ആ ശല്യം പിടിച്ച പെണ്ണ് എങ്ങനെയും ഒഴിഞ്ഞു പോകട്ടെ. ഇനി അവളുടെ കാര്യം നമുക്ക് നോക്കണ്ട. കണ്ണുകൾ നിറച്ച് നേത്ര പറയുമ്പോൾ ജഗൻ പുച്ഛത്തോടെ ചിരിച്ചു. അവളുടെ കഴുത്തിൽ പതിയെ തഴുകി. ഇവിടെ ഒന്ന് ഞെരിച്ചു പിടിച്ചാൽ അറിയാലോ. ചെയ്യിപ്പിക്കരുത് എന്നെക്കൊണ്ട്. അവൻ്റെ കടുത്ത സ്വരം. പേടിയോടെ അവളുടെ ശരീരം വിറച്ചു. പക്ഷേ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. എനിക്ക് എൻ്റെ നേത്രയെ ഒരുപാടിഷ്ടാ. അവൾ ചിരിച്ചു. അതിനേക്കാൾ ഇഷ്ടം നക്ഷത്രയാ. ജഗൻ ഒന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയിരിക്കും. അവളെ പിടിച്ച് പിന്നിലേക്ക് തള്ളി. ബെഡിൽ കിടന്ന ഫോണും എടുത്ത് അവൻ പുറത്തേക്ക് നടന്നു. ഈശ്വര, ആ ശാപം പിടിച്ച ജന്മം കാരണം എൻ്റെയും കുഞ്ഞിൻ്റെയും ജീവിതം. നേത്ര നിലത്തേക്ക് ഊർന്നിരുന്നു. മാഷേ, ഞങ്ങളിങ്ങനെ നാട്ടിന് പുറത്ത് ഇതാദ്യ. ഒന്ന് നടക്കാൻ പോയിക്കോട്ടെ? നിതിൻ ചോദിക്കുമ്പോൾ മാഷ് ദയനീയമായി അവരുടെ മുഖത്തേക്ക് നോക്കി. എൻ്റെ മാഷേ, ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ജീവൻ കൊടുത്തും നക്ഷത്രയെ ഞങ്ങൾ സംരക്ഷിക്കും. ഉറപ്പ്. കൂട്ടുകാരന് കൊടുത്ത വാക്കു പാലിക്കും. 3 ആൺപിള്ളേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പൊയ്ക്കോ. വെയിൽ താന്നിട്ടുണ്ട്. ഇപ്പം പോയിട്ട് സന്ധ്യയ്ക്ക് മുന്നേ ഇങ്ങെത്തണം. ഓക്കെ മാഷേ. നക്ഷത്രയും വേണിയും മെർലിനും മുന്നേ നടന്നു. പിന്നാലെ നിതിനും പ്രവീണും വരണം. പാടത്തും വയലിലും ഇറങ്ങി ചേറിൽ ചവിട്ടി മുന്നിലെ കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ പ്രവീണിൻ്റെ കണ്ണുകൾ അവളുടെ കളിച്ചിരികൾ നിറഞ്ഞ കുട്ടിത്തം വിട്ടുമാറാത്ത മുഖത്ത് തന്നെ ആയിരുന്നു.
എടാ പ്രവി പറഞ്ഞാലോ? നിതിൻ അവൻ്റെ തോളിൽ തട്ടി. യോ വേണ്ട, ബുദ്ധിയില്ലാത്ത കൊച്ചാ. ആ പാൽപ്പായസം അറിയാലോ? ഇനി ഈ ചേറിലാങ്ങണം ഇവനെ ചവിട്ടി താക്കാനും മടിക്കില്ല. വീട്ടിൽ പോയിട്ട് സമയവും സന്ദർഭവും നോക്കി പറയാം, വരുൺ പതിയെ പറഞ്ഞു. നിതിൻ ഉറക്കെ ചിരിച്ചു. എന്തിനാ ചേട്ടാ ചിരിക്കുന്നേ? പറയൂ, ഞങ്ങളും ചിരിക്കട്ടെ. വേണി കൊഞ്ചലോടെ പറയുമ്പോൾ നിതിൻ അവളുടെ തലയിൽ ഒന്ന് കൊട്ടി. എൻ്റെ പെങ്ങളെ, ഈ കാര്യം കുറച്ച് ലേറ്റായി അറിയുന്നതാ എല്ലാവർക്കും നല്ലത്. എന്നാ വീട്ടിൽ പോകാം. മാഷേ, ഈ പിള്ളേരെ കണ്ടില്ലല്ലോ, വനജ വേവലാതിയോടെ പറഞ്ഞു. അവര് വരും, നീ ഒന്ന് സമാധാനിക്ക്. എന്ത് സമാധാനിക്കാൻ? പോകണ്ടെന്ന് പറയേണ്ടതിന് പകരം ദേഷ്യത്തോടെ അവർ മാഷിനെ നോക്കി. എൻ്റെ വനജെ, സിറ്റിയിൽ വളർന്ന കുട്ടികൾ അവർക്ക് ഈ നാട് കാണാൻ ആഗ്രഹം പറയുമ്പോൾ തടയുന്നത് ശരിയാണോ? ശരിയും തെറ്റും കെട്ടിപ്പിടിച്ചിരുന്നു. ഹോ, നീ കൂടുതലൊന്നും സംസാരിക്കണ്ട. അവരെത്തി. ഗേറ്റ് ഭാഗത്തേക്ക് നോക്കി മാഷു പറയുമ്പോൾ വനജ ദീർഘമായൊന്ന് നിശ്വസിച്ചു. ഇത്രയും ലോഡ് എങ്ങനെയാ നഷ്ടമാകുന്നത്? എനിക്കൊന്നും അങ്ങ് മനസ്സിലാകുന്നില്ല. ആനന്ദ് മേനോന്റെ കടുത്ത സ്വരം ഗോഡൌണിൽ മുഴങ്ങി. സ്റ്റാഫ്സ് എല്ലാം പേടിയോടെ നിന്നു. ചേട്ടൻ ചോദിക്കുന്നത് കേട്ടില്ലേ? മറുപടി കൊടുക്കണം. മുകുന്ദനും ദേഷ്യത്തോടെ സ്റ്റാഫിന് നേരെ കയർത്തു. ആനന്ദിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കൈമുഷ്ടി പിന്നിൽ മുറുക്കി പിടിച്ച് അയാൾ നിന്നു. പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അളിയ, നീ കോൾ അറ്റൻഡ് ചെയ്. ആനന്ദ് പറഞ്ഞതും മുകുന്ദൻ ഗോഡൌണിന് പുറത്തേക്ക് നടന്നു. അയാൾ സ്റ്റാഫ്സിന് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ ശ്രദ്ധ ഇനി ഇവിടെ ഉണ്ടാവണം. എന്തുണ്ടേലും എന്നെ അറിയിക്കണം. ഒരു മയത്തിൽ പറഞ്ഞ് ലിഫ്റ്റിന് അരികിലേക്ക് നടന്നു. ഹലോ, എന്താ ജഗൻ, പതിവില്ലാതെ വിളിക്കുവാണല്ലോ? മുകുന്ദൻ ചിരിയോടെ ചോദിച്ചു. സാർ, ആ പെണ്ണ് ഇവിടെ നാട്ടിലുണ്ട്. 2 ദിവസം കഴിഞ്ഞാൽ അവരുടെ കല്യാണമാണ്. എങ്ങനെയും തടയണം. എന്താ ഇപ്പോൾ ചെയ്യാം? ജഗൻ വെപ്രാളത്തിൽ എല്ലാം പറഞ്ഞു. എൻ്റെ ജഗ, നീ ഒന്ന് സമാധാനിക്ക്. ആ 3 എണ്ണത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് അവളെ പൊക്കാൻ കഴിയില്ല. കല്യാണം നടക്കട്ടെ. സാർ, അത്... മുകുന്ദൻ ഉറക്കെ ചിരിച്ചു. എൻ്റെ ജഗ, നിന്നെ കൊണ്ട് തോറ്റു. അവനും അവളും ഇങ്ങെത്തട്ടെ, പിന്നാലെ നീയും പോരെ. ബാക്കി ഇവിടെ വെച്ച് അവനെ തീർത്ത് അവളെ പൊക്കാം. പിന്നെ ആ പെണ്ണിനെ രക്ഷിക്കാൻ ആരും വരില്ല. മുകുന്ദൻ പറയുമ്പോൾ ജഗന്റെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. കോൾ കട്ട് ചെയ്ത് കൈത്തണ്ടയിലും നെറ്റിയിലും വിരലൊടിച്ചു. നീ എന്നെ അത്രയും ആൾക്കാരുടെ മുന്നിലിട്ട് പട്ടിയെ തല്ലും പോലെ തല്ലി അല്ലേടാ? അതിനുള്ള ഉപഹാരം ഉടനെ നിന്നെ തേടി വരും. പ്രണയമാണത്രേ, പ്രണയം. അവൻ നീട്ടി തുപ്പി. രാത്രി കളിച്ചും ചിരിച്ചും അത്താഴം കഴിക്കുന്ന 6 പേരെയും കണ്ണെടുക്കാതെ നോക്കി മാഷിരുന്നു. വനജെ, കുട്ടികൾക്ക് കിടക്കാൻ റൂം ഒരുക്കിയില്ലേ? ശരിയാക്കി മാഷേ. ഇവിടെ സൗകര്യങ്ങൾ കുറവാണ് മക്കളെ. 2 ദിവസത്തേക്ക് ഒന്ന് ക്ഷമിക്കണം. എൻ്റെ മാഷേ, ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവാ ഇഷ്ടം. പിന്നെ ഞങ്ങൾ 3 പേരും ഒരു റൂമിൽ കൂടിക്കൊള്ളാം, നിതിൻ പറഞ്ഞു. ഞങ്ങൾ 3ഉം ഒരു റൂമിൽ കിടക്കാം മാഷേ. മെർലിൻ വേണിയെ നോക്കി. നിനക്ക് വിരോധമുണ്ടോടി? ഉണ്ടേലും എനിക്ക് പ്രശ്നമില്ല. പിന്നെന്തിനാ എന്നോട് ചോദിച്ചത്? വേണി കൂർത്ത കണ്ണോടെ അവളെ നോക്കി, പിന്നെ ചിരിച്ചു. എല്ലാവരും കിടക്കാനായി ഗോവണി കയറി. ഗുഡ് നൈറ്റ് മാഷേ. ശരി മക്കളെ. മാഷിൻ്റെ ചിരിച്ച മുഖം. നല്ല മക്കളല്ലേ മാഷേ? 3 ആൺപിള്ളേരുണ്ടെന്ന് ആദർശിമോൻ പറഞ്ഞപ്പോൾ എനിക്കുള്ളിൽ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം മാറി. എനിക്ക് പേടിയില്ലായിരുന്നു. കാരണം ആദർശിമോൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ അത് ആ കുട്ടിയെ പോലെ തന്നെ നല്ല മക്കളാവും. അതുമാത്രമല്ല, അന്ന് കോളേജിൽ ചെല്ലുമ്പോൾ ഇവരെ 3 പേരെയും ഞാൻ കണ്ടിട്ടുണ്ട്. വേണി, നീ കിടക്കുന്നില്ലേ? ബെഡ്ഷീറ്റ് കുടഞ്ഞു വിരിച്ചുകൊണ്ട് നക്ഷത്ര ചോദിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല. നിങ്ങൾ കിടന്നോ? ഫോണിൽ എന്താണ്? ആരെങ്കിലും വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടോ? ബെഡിൽ ചെരിഞ്ഞു കിടന്നുകൊണ്ട് മെർലിൻ ചോദിച്ചു. വേണിയൊന്ന് ഞെട്ടി. എന്നെ ആര് വിളിക്കാൻ? ഞാൻ വെറുതെ, വിക്കലോടെ പറയുമ്പോൾ മെർലിൻ ചിരിയോടെ പില്ലോയിൽ മുഖം അമർത്തി കിടന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഫോൺ റിങ് ചെയ്യുമ്പോൾ വേണി വെപ്രാളത്തോടെ സുഖമായി ഉറങ്ങുന്ന 2 പേരെയും നോക്കി. ഭാഗ്യം ഉറങ്ങി. നിനക്കിന്ന് വെച്ചിട്ടുണ്ടടാ. അരിശത്തോടെ ടേബിളിൽ കൈമുഷ്ടി ചുരുട്ടിയിടിക്കുമ്പോഴും ചുണ്ടിൽ അവൾ പോലും അറിയാതെ ചിരി വിരിഞ്ഞു. കോൾ അറ്റൻഡ് ചെയ്തു. വേണിക്കുട്ടി, എന്ത് ചെയ്യുവാ? ഉറക്കായോ? അവൻ്റെ പതഞ്ഞ സ്വരം. അവളുടെ കണ്ണുകൾ ഒന്ന് കുറുകി. വേണിക്കുട്ടി, ഈ വിളി ഞാൻ എവിടെയോ
പതിയെ നെറ്റി ഒഴിഞ്ഞു. ഇന്ന് എന്തായിരുന്നു പെർഫോമൻസ്? ആ അടി അത് പൊളിച്ചു. എൻ്റെ പെണ്ണ് ആള് കൊള്ളാലോ. അവൾ മൗനമായി നിന്നു. എന്താ വേണി, പിണക്കാണോ? ആ പിണക്കാണ്. അത്രയും പ്രശ്നം അവിടെ നടന്നപ്പോൾ നിങ്ങൾ ഒളിച്ചു നിന്നു അല്ലേ? എൻ്റെ മുന്നിൽ വരാന്ന് പറഞ്ഞിട്ട് ഇതേവരെ വന്നതുമില്ല. ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട. വീറോടെയുള്ള അവളുടെ സംസാരം. വേണിക്കുട്ടി സോറി, ഞാൻ വരാം. പക്ഷേ നോ, അത് മാത്രം പറയരുത്. സഹിക്കാൻ പറ്റില്ല. ആദ്യം കാണട്ടെ, എന്നിട്ട് എന്ത് വേണമെന്ന് തീരുമാനിക്കാം. വെച്ചിട്ട് പോടോ. രാത്രി പഞ്ചാര അടിക്കാൻ ഓരോന്നിറങ്ങും. കടുപ്പത്തിൽ പറഞ്ഞ് അവൾ ഫോൺ കട്ട് ചെയ്തു. ഇത് എന്തെങ്കിലും നടക്കോ? പില്ലോയിൽ നിന്ന് തല ഉയർത്തി നിതിൻ ചോദിച്ചു. നീ ഉറങ്ങിയില്ലായിരുന്നോ? ഞങ്ങൾ ഉറങ്ങിയതേ ഇല്ല, എല്ലാം കേട്ടു. എൻ്റെ അനിയന് ഇത്രയ്ക്കും ഷുഗർ ഇടാൻ അറിയാമല്ലേ? ഒന്ന് പോയേ. അവൻ നിതിനും വരുണിനും മേലേക്ക് മറിഞ്ഞു. നാളെ തന്നെ പറഞ്ഞേക്ക് പ്രവീൺ. അവള് നോ പറയോ നിതിൻ? എന്തോ ആദ്യമായ ഒരു പെൺകുട്ടി ഹൃദയത്തിൽ കൂട് കൂട്ടുന്നത്. അവള് എന്താന്ന് വെച്ചാൽ പറയട്ടെ. നോ എന്നാണെങ്കിൽ നമുക്ക് ഒരു ഓപ്ഷനുണ്ട്, ആദർശ്. അവൻ വഴി എല്ലാം സെറ്റാക്കാം. നാളെ പറയല്ലേ? പറയണം എൻ്റെ കൃഷ്ണവേണി. പെണ്ണിന് എന്നെ ഇഷ്ടാവും. പ്രവീൺ സന്തോഷത്തോടെ പുലമ്പി.